എടാ ഫോണെന്തിയടാ? നമസ്കാരം ഗൈസ്. വെള്ളത്തിലിറങ്ങുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഇടേണ്ടതിൻ്റെ ആവശ്യകത ശരിക്കും മനസ്സിലാക്കിയ ദിവസം കേട്ടോ എന്നും. ഈ വരുന്ന ആഴ്ച ജോയലും റോണിലും റോമിന് തിയോളജി പഠിക്കാൻ വേണ്ടി പോവാം. പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് മിക്കവാറും തിരിച്ചുവരവ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ 4 പേരും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഒരു വൺ ഡേ കയാക്കിങ്ങിനായിട്ട് പോയാലോ എന്നുള്ള പ്ലാനിൽ ഇറങ്ങിയിട്ടുണ്ടെന്നു. ഞങ്ങൾ ഈ വൈക്കത്തിൻ്റെ അടുത്തുള്ള കിഴക്ക് കയാക്കിംഗ് എന്നുള്ള സ്ഥലത്താട്ടോ പോയത്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ടോ ഞങ്ങൾ ഈ സ്പോട്ട് തിരഞ്ഞെടുത്തത്. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആയിരുന്നു ആ പോകുന്ന റൂട്ടെല്ലാം തന്നെ. ഇന്നേ വരെ ലൈഫിൽ ഞങ്ങൾ 4 പേരും കയാക്കിങ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ അവിടെ ചെന്നിട്ട് ഒരു യൂട്യൂബ് വീഡിയോ പുള്ളി ഓണാക്കി തന്നു. അത് നോക്കി പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ നോക്കി പഠിച്ച് ഞങ്ങൾ നേരെ കയാക്കിങ്ങിന് ഇറങ്ങി. കയാക്കിങ് വളരെ സിമ്പിളാണെന്നേ. ആദ്യം ലെഫ്റ്റിലേക്ക് തുഴയുക, പിന്നെ റൈറ്റിലേക്ക് തുഴയുക, പിന്നെ ലെഫ്റ്റിലേക്ക് തുഴയുക, പിന്നെ റൈറ്റിലേക്ക് തുഴയുക. തുടക്കത്തിൽ ഒരു 1/2 മണിക്കൂർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് അവിടെ തന്നെ കിടന്ന് വട്ടം കറങ്ങി കയാക്കിങ്ങിൻ്റെ ഏകദേശം ബാലപാഠങ്ങൾ പ്രാക്ടിക്കലി പഠിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും ട്രെയിനറും കൂടെ കൂടി ഞങ്ങൾ ശരിക്കുള്ള കയാക്കിങ് യാത്ര ആരംഭിച്ചു. കാര്യം 2 സൈഡിലെ മരങ്ങളെയും തട്ടി ഒരു എസ് മാർഗത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിലും പെട്ടെന്ന് ജോയലിൻ്റെ മുഖത്തൊരു കമ്പ് കൊള്ളാൻ വന്നപ്പോഴേക്ക് അവൻ സൈഡിൽ എറിഞ്ഞതാണ്. വെയിറ്റുള്ള ആളായതുകൊണ്ട് ബോട്ട് പടയെന്ന് മറിഞ്ഞുപോയി. ജോസഫിന് അടുത്ത പിടുത്തം കിട്ടിയതുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കാൻ പറ്റി. പക്ഷേ ജോയൽ ഒഴുകി പോകാൻ തുടങ്ങി. അങ്ങനെ ട്രെയിനറിയായിട്ടും പറഞ്ഞതനുസരിച്ച് ജോയലിൻ്റെ കൂട്ടായിട്ട് ഞാൻ അവൻ്റെ കൂടെ പോയി. അവൻ്റെ അടുത്തോട്ടാണെങ്കിൽ ചെല്ലും തോറും അവൻ അകന്നകന്ന് പോവുക. കാര്യം ആ സമയമായപ്പോഴേക്ക് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒഴുക്കിനെതിരെ നീന്തി അവൻ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ബോഡി ക്ഷണിക്കുന്നതല്ലാതെ കാര്യമില്ലാത്തതുകൊണ്ട് അവൻ പിന്നെ ഒഴുക്കിനൊപ്പം പോകാൻ തുടങ്ങി. ഞാനും അതനുസരിച്ച് അവൻ്റെ കൂടെ പോയി. അങ്ങനെ ഒടുവിൽ ട്രെയിനറും ജോയലും നടുകടലിൽ കണ്ടുമുട്ടി. മൂവാറ്റുപുഴ നദിയുടെ നടുക്ക് കണ്ടുമുട്ടി. അവിടെ തീർന്നില്ല. ഇനി സൈഡിൽ മരങ്ങളില്ലാത്ത ഒരു തിട്ട കണ്ടുപിടിച്ച് ലോണ്ട് ആ കിടക്കുന്ന ബോട്ട് ഇവിടെ വരുത്തി അതിൻ്റെ മുകളിൽ കയറണം. അങ്ങനെ ആ മിഷനും വളരെ വിജയകരമായി ഞങ്ങൾ പൂർത്തിയാക്കി. കാര്യം ജോസഫിൻ്റെ ഫോണും ജോയലിൻ്റെ കണ്ണാടിയും വെള്ളത്തിൽ കാണാതെ പോയതിന് സങ്കടം ഉണ്ടെങ്കിലും ആളപായമൊന്നും ഇല്ലാതിരുന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.